ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസ എല്ലാ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കൺമണിയെ ആക്ഷേപിക്കാനായിട്ട് നോക്കുക കേട്ടോ. GM അറിയാതെ എന്ത് പോസ്റ്റാണ് നിനക്ക് തന്നിട്ടുള്ളത്? നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാനല്ലേ തീരുമാനിച്ചത്? നീയല്ലേ റെസിഗ്നേഷൻ ലെറ്ററുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? പിന്നെ നിന്നെ എന്താണ് കൃഷ് ആ സീറ്റിൽ പിടിച്ചിരുത്തിയോ എന്ന് ചോദിക്കുക കേട്ടോ. സാറാണ്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നല്ല. സാറ് എന്നോട് ഇവിടുന്ന് പോവേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നതെന്ന് പറയുന്നു. കാരണം സാറ് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടേക്ക് ക്രഷ് വരുന്നുണ്ട് കേട്ടോ. അവൻ വിചാരിച്ചാൽ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. GM അറിയാതെ ഒന്നും ഇവിടെ നിൽക്കാനായിട്ട് പോകുന്നില്ല. നീയൊക്കെ എൻ്റെ കീഴിലാണ് വരുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ നിയന്ത്രണം അത് എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് മാനസ പറയുന്നു. അപ്പോഴത്തേനും ക്രഷ് അങ്ങോട്ട് വരുന്നു കേട്ടോ. കൺമണിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ക്രഷ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്താ മാനസ ഈ പറയുന്നത്? GM അറിയാതൊരു പോസ്റ്റിംഗ്, അത് ചെയർമാനും അതുപോലെ ഇവിടുത്തെ MD അറിയാതെയൊന്നും ഒരു കാര്യങ്ങളും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ തോന്നിയ രീതിയിലൊന്നും ഇവിടെ ഒരു സ്റ്റാഫിനെയും ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി GMൻ്റെ കീഴിലാണ് കൺമണി ആയതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര അധികാരം? ഇനി മുതൽ അങ്ങനെ ആവില്ല, അവൾ എൻ്റെ കീഴിൽ വരും എന്ന രീതിയിലൊക്കെ ഇവിടെ എല്ലാ ഉത്തരവാദിത്വം അത് എനിക്കാണെന്ന് പറയുന്നു. അങ്ങനെ മാനസയെ പരസ്യമായിട്ട് തന്നെ ആ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കാൻ, കാരണം മാനസയ്ക്ക് അത് കിട്ടുകയും വേണം. കാരണം മാനസ അങ്ങനെയാണ് കൺമണിയെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ ആൻറ്റിയമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു കേട്ടോ. ആൻറ്റിയമ്മ ഇത് ശരിയാവും തോന്നുന്നില്ല, കാരണം കൺമണിയെ കൃഷി വീണ്ടും തന്നെ അലികയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവൾക്ക് ചീഫ് ഡിസൈനറുടെ ഒരു പോസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നു. മാത്രമല്ല അവൾക്ക് പ്രത്യേകിച്ചൊരു ക്യാബിനും അതും കൃഷിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ എന്താ ആൻറ്റിയമ്മ ഈ പറയുന്നത് എന്ന് പറയുന്നു. ഇനി നീ ഒന്നും ചിന്തിക്കേണ്ട മനസ്സേ, നിന്റെ കൃഷിൻ്റെ വിവാഹം മാത്രം നിൻ്റെ മനസ്സിലൂടെ വന്നാൽ മതി, മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ പോകണ്ട. കാരണം അതാണ് സത്യം എന്ന രീതിയിലൊക്കെ ആര്യമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്ന ആ ക്രിമിനൽ ലോയർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം സുജാതയും അതുപോലെ തന്നെ സാഗറും കൂടി പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണ്. അത് കൊണ്ട് സാഗറിൻ്റെയും സുജുവിൻ്റെയും വീട്ടിലേക്ക് തന്നെ വരികയാണ്. അവർ തന്നെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ബലരാമനെ നിങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ശിക്ഷ ഞാൻ തരും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറാണ്, എനിക്ക് ആരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന രീതിയിലൊക്കെ സാഗറിനോട് സംസാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ആരുടെ പൂട്ടിയാലും ആ പൂട്ട് തുറന്ന് എനിക്ക് അവനെ രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളറിയാത്തൊരു രഹസ്യം, അത് അതിനിടയിൽ കൂടെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് വേറെ രീതിയിലേക്ക് പോകണ്ടെങ്കിൽ തൽക്കാലത്തിന് നിങ്ങൾ ആ കേസ് പിൻവലിക്കണമെന്നൊക്കെ ആ ലോയർ പറയുന്നു കേട്ടോ. അപ്പോഴും സാഗറിനും സുജുവിനും കൂടി ദേഷ്യം വരുന്നത്, അവൻ ഞങ്ങളെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ്, ഞങ്ങളുടെ മകളെ പോലെ ഈ അവസ്ഥയിലാക്കി അവനെ ഞങ്ങൾ വെറുതെ വിടണം, ഒരിക്കലും നടക്കില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ലോയറിനെ വളരെയധികം ആക്ഷേപിച്ച് തന്നെ സാഗർ അവിടെ നിന്ന് വിട്ടയക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ അലിക്കയിൽ തന്നെയാണ് കാണിക്കുന്നത്. കൃഷും കൺമണിയും കൂടി നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡിൽ തന്നെയാണ് എപ്പോഴും അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃഷ് കൺമണിയെ പ്രത്യേകിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പെണ്ണെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടോ മാനസയുടെ മുന്നിൽ നിന്നെ ഞാൻ സംരക്ഷിച്ചില്ലേ, അതെനിക്കറിയാമല്ലോ സാർ എന്നെ സംരക്ഷിക്കുന്നത്. ഇനി മാനസ നിൻ്റെ മുകളിലേക്ക് വരില്ല, നിൻ്റെ എല്ലാ അധികാരവും അത് എനിക്കുള്ളത് തന്നെയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതിന് എനിക്കൊരു ചെറിയൊരു സമ്മാനം എനിക്ക് നീ തരണമെന്ന് പറയുന്നു. എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കവിളിൽ ഒരു ഉമ്മ തരണമെന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. കൺമണിയാണെങ്കിലോ അതൊക്കെ തന്നെ ആരും വകവയ്ക്കാതെ അവിടെ ഒരു ഓഫീസാണെന്ന് പോലും ചിന്തിക്കാതെ കൃഷിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇത് കാണാൻ കൃഷിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഞെട്ടി നിൽക്കുന്നത് പോലെ ആയിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും കൃഷിയും കൺമണിയും അങ്ങനെ പ്രണയിച്ചുകൊണ്ടേ നടക്കുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. ഇന്നത്തെ പ്രമോ വിശേഷം കഴിഞ്ഞ് നാളത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം.